ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ അൽഫാം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരുപാട് കളറൊന്നുമുള്ളതല്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. ഇത് അൽഫാമിൻ്റെ മസാലയാണ്. അത്യാവശ്യം ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ വറ്റൽമുളക്, ഗ്രാമ്പു, പട്ട, കുരുമുളക്, ഏലക്ക, പിന്നെ നമ്മളെ പെരിജീരകം കൂടി വേണം. എന്നിട്ട് ഇതൊന്ന് ആദ്യം നമ്മൾ പൊടിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഒരു ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാം. ഇളക്കി വേണം ചൂടാക്കാൻ. അപ്പം ചിക്കൻ ആവശ്യമുള്ള മസാലയാണ്. നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനാവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കണം. നമുക്കിതൊന്ന് ഒരു ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇല്ല, നമ്മൾ അതേപോലെ തന്നെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടോടെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ താഴെ പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ മസാലയെല്ലാം അതിലേക്ക് ഇടാം. മസാല നമ്മൾ പൊടിച്ചെടുത്ത എല്ലാം അതിലേക്ക് ഇടുന്നുണ്ട്, മാറ്റിയൊന്നും വയ്ക്കുന്നില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യമുണ്ടെങ്കിൽ ആണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണമെങ്കിൽ നല്ല കളർ കിട്ടുന്നതായിരിക്കും ചിക്കന്. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, പക്ഷേ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമ്മളെ ചിക്കൻ ഒരു നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി. ഇതിൽ കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ കുരുമുളക് പൊടി പൊടിച്ച് അതിൻ്റെ കൂടെ ആ മസാലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തൈരെന്ന് പറയുമ്പോൾ നമ്മൾ കട്ട തൈര് തന്നെ എടുക്കണം. അതിൽ പുളിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി കുറച്ച് ഇഞ്ചി പേസ്റ്റാണ്. വെളുത്തുള്ളി പേസ്റ്റും വേണം. ഇഞ്ചി പേസ്റ്റ് ഒരു 2 സ്പൂൺ അതൊക്കെ മതിയാവും. ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞെടുക്കാം. ചിക്കൻ വരഞ്ഞെടുക്കുന്ന മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനിലൊക്കെ വരയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാല എല്ലാം നമ്മൾ ചിക്കനിലെ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഏകദേശം നല്ല സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കുകയാണെങ്കിൽ നല്ല സ്കിന്നിലൊക്കെ നല്ല മസാലയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അൽഫാമിൻ്റെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും വലിയ പീസ് തന്നെ എടുക്കണം. കാരണം ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ നമ്മൾ എണ്ണയിലൊന്നും ഇട്ടിട്ടല്ല. മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇടുക. ഇനി നമുക്ക് ഈ അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഈ കനൽ വെച്ചിട്ടുള്ള അടുപ്പിലാണ് സെറ്റാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വിറകും പിന്നെ ചിരട്ടയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കത്തിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കനലൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ചിക്കൻ മസാലയൊക്കെ വരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ചിരട്ടക്കനലാണ് എടുത്തിട്ടുള്ളത്. ചിരട്ടക്കനലും പിന്നെ കുറച്ച് വിറകൊക്കെ വെച്ചിട്ട് കത്തിച്ചെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ ഒന്നെല്ലാം കത്തി കനലൊക്കെ ആയിട്ട് റെഡി ആകാൻ ഒരുപാട് താമസിച്ചു. നേരത്തെ ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചും മറിച്ചും പെട്ടെന്ന് ഇടാൻ പറ്റുന്നതായിരിക്കും. ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിട്ടിട്ട് ആ മുകളിൽ കുറച്ച് ഓയിലും പിന്നെ ബട്ടറും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. ഓയിലും പിന്നെ നാരങ്ങയും കൂടെ വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം. പുളിപ്പൊക്കെ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് തേക്കണമെന്നുമില്ല, തേക്കണമെങ്കിൽ മാത്രം തേച്ചാൽ മതി. ഇതിൻ്റെ ആവശ്യം വേണമെന്നൊന്നുമില്ല. കുറച്ച് തേച്ചാൽ മതി, ഒരുപാട് തേച്ച് കൊടുക്കില്ല. ഇത് ചിലപ്പോൾ നമ്മളെ കനലിൽ വീണ് തീ കത്താൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് ഇവിടെ. നമുക്ക് ഈ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കാം. ബ്രഷും സ്പൂണും ഏതെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. ഏകദേശം ഈ ഗ്രില്ലിലൊരു 3 പീസ് ചിക്കൻ നന്നായിട്ട് കൊള്ളുമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടാനെ.
അടുത്ത സൈഡ് അത്ര നമ്മൾ വിചാരിച്ച പോലെ റെഡി ആയിട്ടില്ല. ഇനി ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ആ സൈഡിനോട് കുറച്ച് ഓയിലും കൂടെ തേച്ചിട്ട് നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ താഴെ പോയി എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കരിയുന്നതായിരിക്കും വിചാരിക്കുന്നത്. ഇത് കരിയുന്നതല്ല. ഇതാ ചിക്കൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് സ്കിന്നും പിന്നെ നമ്മൾ നേരത്തെ തേച്ച നമ്മളെ പേസ്റ്റും മസാല എല്ലാം കൂടെ ഒന്ന് കരിഞ്ഞ് വരുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ഇപ്പോഴേ ഇത് റെഡിയായെന്ന് പറഞ്ഞ് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിക്കൻ ഇവിടെ പൊതുവേ കളർ കുറവാണ്. കളർ ആവശ്യമുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.